എല്ലാവർക്കും നമസ്കാരം. ക്ലാസിക് സ്റ്റോറീസ് ബൈ ഷിൻസിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ പ്രളയത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ആകാശം തുറന്ന് മഴ പെയ്തു. ഭൂമി മുഴുവൻ വെള്ളത്തിനടിയിലായി. 40 രാവും 40 പകലും തോരാത്ത മഴ. ഒടുവിൽ ആ മഹാപ്രളയം അവസാനത്തിലേക്ക് അടുക്കുകയായിരുന്നു. പെട്ടകത്തിനുള്ളിൽ നോഹയും കുടുംബവും കാത്തിരിക്കുകയായിരുന്നു. പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ. 150 ദിവസങ്ങൾ പുറം ലോകം എന്തായി എന്ന് പോലും അറിയാതെ. അപ്പോൾ ദൈവം ഭൂമിയിലേക്ക് ഒരു കാറ്റിനെ അയച്ചു. വെള്ളം പതിയെ ഇറങ്ങി തുടങ്ങി. മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പെട്ടകം അറാറത്ത് മലനിരകളിൽ ചെന്ന് തങ്ങി. പക്ഷേ നോഹ ഉടൻ പുറത്തേക്ക് ഇറങ്ങിയില്ല. കാരണം പെട്ടകത്തിൻ്റെ വാതിൽ തുറക്കേണ്ടത് മനുഷ്യനല്ല, ദൈവമാണെന്ന് നോഹയ്ക്ക് അറിയാമായിരുന്നു. അതാണ് യഥാർത്ഥ ക്ഷമ, ദൈവത്തിൻ്റെ സമയത്തിനായുള്ള കാത്തിരിപ്പ്. ദിവസങ്ങൾ കടന്നുപോയി. ഭൂമി ഉണങ്ങിയോ എന്നറിയാൻ നോഹ ആദ്യം ഒരു കാക്കയെ വിട്ടയച്ചു. അത് തിരികെ വന്നില്ല. പിന്നെ അദ്ദേഹം ഒരു പ്രാവിനെ വിട്ടയച്ചു. ആദ്യ തവണ നിൽക്കാൻ ഇടം കിട്ടാതെ ആ പ്രാവ് തിരികെ പെട്ടകത്തിലേക്ക് വന്നു. നോഹ 7 ദിവസം കൂടെ കാത്തിരുന്നു. വീണ്ടും പ്രാവിനെ വിട്ടയച്ചു. ഇത്തവണ പ്രാവ് തിരികെ വന്നു. അതിൻ്റെ കൊക്കിൽ ഒരു പച്ച ഒലിവിലയുണ്ടായിരുന്നു. ഭൂമിയിൽ ജീവൻ വീണ്ടും മുളച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ അടയാളം. നോഹ വീണ്ടും 7 ദിവസം കാത്തിരുന്നു. 3-ാം തവണയും പ്രാവിനെ വിട്ടയച്ചു. ഇത്തവണ അത് മടങ്ങി വന്നില്ല. അപ്പോൾ നോഹയ്ക്ക് മനസ്സിലായി, ഭൂമി പൂർണ്ണമായും ഉണങ്ങിയിരിക്കുന്നു. പുതിയൊരു ലോകം കാത്തിരിക്കുന്നു. പിന്നീട് ദൈവം നോഹയോട് പറഞ്ഞു, നീയും നിന്റെ ഭാര്യയും നിന്റെ പുത്രന്മാരും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ നിന്ന് പുറത്തേക്ക് വരുവിൻ. നിങ്ങളോടൊപ്പം സകല ജീവജാലങ്ങളെയും കൂട്ടിക്കൊണ്ടുവരുവിൻ. അങ്ങനെ ഒരു പുതിയ ലോകത്തിലേക്ക് മനുഷ്യരാശി വീണ്ടും പ്രവേശിച്ചു. പെട്ടകത്തിൽ നിന്ന് കാൽ പുറത്തേക്ക് വെച്ച ഉടൻ നോഹ ആദ്യം ചെയ്തത് ഒരു യാഗപീഠം പണിയുകയായിരുന്നു. ദൈവത്തിന് നന്ദി പറയുവാനുള്ളൊരു യാഗം. ഈ രക്ഷപ്പെടൽ തൻ്റെ കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണെന്ന് നോഹയ്ക്ക് അറിയാമായിരുന്നു. നോഹയുടെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. അപ്പോൾ ദൈവം നോഹയോടും ഭൂമിയോടും ഒരു വലിയ ഉടമ്പടി ചെയ്തു. ഇനി ഒരിക്കലും ജലപ്രളയത്താൽ സകല ജീവജാലങ്ങളെയും ഞാൻ നശിപ്പിക്കുകയില്ല. ആ ഉടമ്പടിയുടെ അടയാളമായി ദൈവം ആകാശത്ത് ഒരു മഴവില്ല് തെളിയിച്ചു. മഴവില്ല് അത് ഒരു പ്രകൃതി സൗന്ദര്യം മാത്രമായിരുന്നില്ല, ഞാൻ നിങ്ങളെ കൈവിടില്ല എന്ന ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ അടയാളമായിരുന്നു. പ്രളയത്തിന് ശേഷം ലോകം വീണ്ടും ജനിച്ചു. നോഹയുടെ പുത്രന്മാർ ശേം, ഹാം, യാഫത്ത്. ഇവരിൽ നിന്നാണ് പിന്നീട് ഭൂമിയിലെ വിവിധ ജനതകൾ രൂപപ്പെട്ടത്. ഭാഷകളും സംസ്കാരങ്ങളും ദേശങ്ങളും എല്ലാം ഈ പുതിയ തുടക്കത്തിൽ നിന്നാണ് വളർന്നത്. എന്നാൽ ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. ഏറ്റവും വലിയ കൊടുങ്കാറ്റിന് ശേഷവും ദൈവം മനുഷ്യർക്കായി ഒരു പുതിയ തുടക്കമൊരുക്കും. പ്രളയത്തിന് ശേഷം മഴവില്ല് വന്നതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഇരുണ്ട കാലങ്ങൾക്ക് ശേഷവും ഒരു പ്രതീക്ഷ ഉദിക്കും. അതാണ് നോഹയുടെ കഥ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്ക്, വിശ്വാസം കൈവിടാത്തവർക്ക് ദൈവം എപ്പോഴും ഒരു പുതിയ തുടക്കം ഒരുക്കി വച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ മഴവില്ല് എന്തായിരുന്നു? കമൻറ്റിൽ എനിക്ക് എഴുതണേ. ഈ കഥ ഇഷ്ടമായെങ്കിൽ ഇതുപോലുള്ള ബൈബിൾ കഥകൾക്കായി ക്ലാസിക്കൽ സ്റ്റോറീസ് ബൈ ഷിൻസി എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്ത ആഴ്ച മറ്റൊരു കഥയുമായി ഞാൻ വീണ്ടും വരാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി.